ഒക്കെ വേറെ വീട്ടിലിങ്ങനെ നിർത്തിക്കുകയായിരുന്നു ചെയ്യുക. ഇതിപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ നടയിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ വനമധ്യത്തിൽ പാണ്ടിമേളൊക്കെ അത് ഫുള്ള് കാണാനുള്ള അത്ര എനർജി ഞങ്ങൾക്ക് ഇല്ലാത്തവരെ കൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് ചെയ്ത് കഴിയാനാകുമ്പോഴത്തേക്കാണ് വന്നത്. പിന്നെ അവിടെ കിടന്ന് കുറേ വീഡിയോസും എല്ലാം എടുക്കുകയും കേട്ടോ. ഞാനും ആദ്യം കൂടി ഓളതിൻ്റെ ഇടയിൽ കൂടെ മണ്ണ് കളിക്കും, എന്നിട്ട് മറ്റേ കേക്കും എല്ലാം ഉണ്ടാക്കി തരും. പിന്നെ അവിടെ കുറേ വള്ളീൻ്റെ മേലെ അങ്ങനെ ഊഞ്ഞാലാടി കളിക്കുകയും ചെയ്യും ഞങ്ങൾ. എന്താ അവിടെ കുറേ ആൾക്കാരുണ്ട്. വർക്കിൻ്റെ ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിലും കുറച്ചേ ഉള്ളൂ. പിന്നെ ഇത് പടിഞ്ഞാറക്കാവിലെ കൊടി ഇറക്കാം കേട്ടോ. ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ചിറക്കൽ കാളിദാസനായിരുന്നു വന്നേ. അപ്പം ആന ഇവിടെ വന്ന് എന്താ പറയുക കൊടി ആനേൻ്റെ മസ്തകം കൊണ്ട് ഇറക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം ആനേനെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ അങ്ങനെ തന്നെയാണ്, ആനേനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം ആനേനെ കൊണ്ട് കൊടി ഇറക്കിപ്പിച്ചില്ല, അവരെന്നെ കൊടി ഇറക്കുക ചെയ്തത്. ഞാനിപ്പോൾ തൊഴുന്ന ദൃശ്യം കേട്ടോ. ഞാൻ ആനയൊക്കെ കൊടി ഇറക്കുമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം വ്യൂ ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയില്ല. പിന്നെ മനസ്സിലായി ആന കൊടി ഇറക്കുകയാണ്. ഇത് ഞാനിപ്പം അവിടെ ഉള്ളൊരു വള്ളീൻ്റെ മേൽ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. വാശി പിടിച്ചിട്ട് അവസാനം ആട്ടുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് പാർക്കാണെന്നും പാർക്കിലെ ഊഞ്ഞാലിലാണ് ഞാൻ ആടുന്നതെന്നും അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്.